ഹലോ, എൻ്റെ കുറച്ച് ഫേവറേറ്റ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് വന്ന കുറച്ച് പ്രൊഡക്ട്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പ്രൊഡക്ട്സ്. അപ്പം ആദ്യം ബോഡി ക്യൂബറിൻ്റെ വൈൽഡ് സ്ട്രോബെറി ബോഡി പോളിഷാണ്. ഈ ഒരു സ്ട്രോബെറി ബോഡി പോളിഷ് എനിക്ക് നമ്മുടെ ബോഡി ഷോപ്പിൻ്റെ ഒരു ബോഡി പോളിഷ് വരുന്നുണ്ട്, സ്ട്രോബെറിയുടെ തന്നെ അതേപോലെ തന്നെ റിസൾട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഇത് പ്രൈസ് കുറവാണ് ബോഡി ക്യൂബറിൻ്റെ, അത് കൂടുതലാണ്. ഈ ഒരു ട്യൂബ് ഒരു വർഷമായിട്ട് ഉപയോഗിച്ചിട്ടും തീർന്നിട്ടില്ല. മന്ത്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഇത് ഉപയോഗിക്കാം കേട്ടോ. കാരണം സ്കിൻ നല്ല സ്മൂത്ത് ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ. അപ്പം നിങ്ങൾ വാക്സ് ചെയ്യുന്നവരാണ്, വാക്സ് ചെയ്തിട്ട് ഈ ഒരു ബോഡി പോളിഷ് ഇടുമായിരിക്കും, നല്ലതായിരിക്കും. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും കേട്ടോ. അപ്പം ഇത് എന്തായാലും ഉപയോഗിച്ച് നോക്കുക. ഇതാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ. പിന്നെ ഇത് ഡെർമാക്കോൻ്റെ ഡെയിലി എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷാണ്. 1% സാലിസിലിക് ആസിഡ് ഇതിനകത്തുണ്ട്. സാലിസിലിക് ആസിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുണ്ടെങ്കിൽ നമ്മുടെ ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ട്, അത് പോകാനാണ്. ബോഡിയിൽ പിമ്പിൾസ് ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ചും വാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞു എനിക്ക് ഉണ്ടാവാറുണ്ടോ കുരുക്കൾ, അതൊക്കെ പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബംസിൽ കുരുക്കൾ ഉണ്ടെങ്കിൽ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതും സ്കിൻ നല്ല സ്മൂത്ത് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെയിലി ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഒരു മാസം സമയം കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഒന്നിനും റിസൾട്ട് വരുമൊന്നുമില്ല. ഒരു 5 ദിവസം ഉപയോഗിച്ച് റിസൾട്ട് വരും ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു കോസ്മെറ്റോളജിസ്റ്റിനോ ഡെർമറ്റോളജിസ്റ്റിനൊക്കെ കണ്ടിട്ട് വേണം എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്താലേ പെട്ടെന്ന് 1 വീക്ക് കൊണ്ടൊക്കെ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് ഫ്രാഗ്രൻസ് ഒന്നുമില്ല പ്രത്യേകിച്ച്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ലതാണത് ഡെർമാക്കോൻ്റെ. പ്രൈസ് ഓൾസോ നല്ലതാണ് കേട്ടോ, അഫോർഡബിൾ ആണ്. അപ്പോൾ ഉപയോഗിച്ച് നോക്കാം. പിന്നെ സൺകോട്ട് ജെല്ലാണ്, സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു. ഇച്ചിരി സമയം എടുക്കും കേട്ടോ അബ്സോർബ് ആവാൻ. ഇത് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്ത് അടുത്ത മേക്കപ്പ് ഇടുമ്പോൾ അതിങ്ങനെ മുഖത്തെടുത്ത് കാണിക്കും. അതുകൊണ്ട് ഞാനൊരു മിനിമം ഒരു 5 മിനിറ്റെങ്കിലും വെക്കും കേട്ടോ. ഇത് ആദ്യം ഇത് എടുത്തിടും, എന്നിട്ടാണ് ബാക്കി മേക്കപ്പ് ഇടുക. പിന്നെ ഒരു ബോഡി സ്ക്രബ്, വൈറ്റനിങ് സ്ക്രബാണ് കേട്ടോ, സെൻഡിയോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാനൊരു മിൽക്കിൻ്റെ ഒരു സ്ക്രബാണ്, ഒരു ബാത്ത് സോൾട്ട് എന്നൊക്കെ പറയാം. ഇത് തായ്ലൻഡ് പോയപ്പോൾ ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ക്രബ്. ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. പിന്നെ എത്തിഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ്. ഇതെൻ്റെ ഒരു ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ്. ജസ്റ്റിനും ഉപയോഗിക്കാറുണ്ട്, ഹസ്ബൻഡിനും നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഡീടാൻ ജെല്ലാണ്. ഇത് ഡോക്ടർ റഷേൽസിൻ്റെ ഡീടാൻ ജെല്ലാണ്. ബോഡിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ടാനുള്ളിടത്തിലൊക്കെ ഇത് ഉപയോഗിച്ച് 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സൂഡിയോയുടെ ബോഡി മോയ്സ്ചറൈസർ, അതായത് ബോഡി ലോഷൻ. ഇത് പല വെറൈറ്റീസ് ഓഫ് ബോഡി ലോഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ നമ്മുടെ സൂഡിയോയിൽ. അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണർ പ്ലസ് മോയ്സ്ചറൈസർ ആണ് ഇത്. ഇത് ഓട്സ് ആൻഡ് മിൽക്കാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഞാൻ മുമ്പ് എപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവരുടെ കുറേ പ്രൊഡക്ട്സ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ടോണറും മോയ്സ്ചറൈസറും കൂടെ ഒന്നിച്ചാണല്ലോ വരുന്നത്. പിന്നെ ബഞ്ചാറാസിൻ്റെ അലോവേര ജെല്ലാണ്. ഈ അലോവേര ജെല്ല് ഇല്ലാണ്ട് എനിക്കൊരു സ്കിൻ കെയർ റൂട്ടീൻ ഇല്ല കേട്ടോ. എപ്പോഴും ഉണ്ട്, ഒത്തിരി വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ബഞ്ചാറാസ്. പ്യുവർ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ VLCCയുടെ വാൾനട്ട് ഫേസ് സ്ക്രബാണ്. ഇത് ഞാൻ സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഡള്ളായിട്ടിരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് വരും കേട്ടോ. പിന്നെ മുടിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ കളർ ചെയ്തിരിക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോറിയലിൻ്റെ ഹൈലറോണുള്ള ഈ ഒരു കണ്ടീഷണർ എനിക്ക് മുടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. കുറേ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടും എനിക്കൊന്നും ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കണ പോലെ തോന്നി. എനിക്ക് ഈ ആയുർവേദ പ്രൊഡക്റ്റ് പറ്റത്തില്ല ഈ ഒരു കളർ ചെയ്തുകൊണ്ട്. അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ കളർ പ്രൊട്ടക്റ്റൻ ഈ ഒരു ഷാമ്പും കൂടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഹൈലറോണിൻ്റെ തന്നെ ലോറിയലിൻ്റെ അതിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ വരുന്നുണ്ട്. നിങ്ങൾ കളറൊന്നും ചെയ്തിട്ടില്ല, അത് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഈ ഒരു 2 ഷാമ്പൂ കണ്ടീഷണറും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.